ആരാണ് യജൂജ് മഅജൂജ്? ഇസ്ലാമിക ചരിത്രങ്ങളിൽ വളരെ ഭീതിയോടുകൂടെയാണ് ആ രണ്ട് പേരുകൾ നമ്മൾ കേൾക്കുന്നത്. ലോകാവസാനമാവുമ്പോഴേക്കും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ രണ്ട് ജനവംശങ്ങൾ അതാരാണ്? അവരെന്തിനാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്? മനുഷ്യരെ കൊല്ലാൻ വേണ്ടി മാത്രം ശപഥമെടുത്ത് വരുന്ന യജൂജ് മഅജൂജികൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? അവർ ഈ ഭൂലോകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ടോ? നിഗൂഢതകളുടെ ചരിത്രമാണ് യജൂജ് മഅജൂജ് നമുക്ക് മുന്നിൽ വിവരിച്ചു തരുന്നത്. ഒരു കഥയിലേക്ക് ഇരിക്കാം. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ കഥ നമ്മൾ വായിക്കുന്നത് സൂറത്തുൽ കഹ്ഫിലാണ്. സൂറത്തുൽ കഹ്ഫിലെ അവസാന ഭാഗങ്ങളിൽ ദുൽഖർനൈൻ അഥവാ രണ്ട് കൊമ്പുകൾ എന്നാണ് അർത്ഥം. അഥവാ കിഴക്കും പടിഞ്ഞാറും അടക്കി ഭരിച്ച ചക്രവർത്തിയാണ്, ലോകം മുഴുവനും അടക്കി ഭരിച്ച ചക്രവർത്തിയാണ് ദുൽഖർനൈൻ. ദുൽഖർനൈൻ ലോകം മുഴുവനും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം രണ്ട് കെട്ടുകൾക്കിടയിൽ എത്തി. ഖുർആൻ പറയുന്നുണ്ട്, രണ്ട് കെട്ടുകൾക്കിടയിലുള്ള പ്രദേശത്തെത്തിയപ്പോൾ അവിടുത്തെ ആളുകൾ ഈ ദുൽഖർനൈൻ ചക്രവർത്തിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവരുടെ ഭാഷ ചക്രവർത്തിക്കും അറിയില്ല, ചക്രവർത്തിയുടെ ഭാഷ അവർക്കും അറിയില്ല. അങ്ങനെ അവർക്ക് മുന്നിൽ ഒരു ദ്വിഭാഷിയുടെ സഹായം ആവശ്യമാകുന്നു. അവർ ചക്രവർത്തിയോട് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് ചുങ്കം പിരിച്ചു തരാം, ടോൾ പിരിച്ചു തരാം. ഈ മലക്കപ്പുറത്ത് നിന്നും യജൂജ് മഅജൂജ് ഇവിടേക്ക് കയറി വന്ന് ഞങ്ങളെ ആക്രമിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തമ്മിൽ വേർതിരിവുണ്ടാകാൻ ഇവിടെ നിങ്ങളൊരു മതിൽ കെട്ടിത്തരണം എന്ന് പറയുന്നു. ചക്രവർത്തി ഉടനടി അവരോട് മറുപടി പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് പൈസ ഒന്നും തരണ്ട, പക്ഷേ ആളുകളെ കൊണ്ട് എന്നെ സഹായിക്കൂ, ആൾബലം കൊണ്ട് സഹായിക്കൂ, എൻ്റെ കൂടെ ജോലി എടുക്കൂ. നിങ്ങൾ എനിക്ക് പൈസ ഒന്നും തരണ്ട, അവരിൽ നിന്നുള്ള സംരക്ഷണം ഒരുക്കാൻ വേണ്ട മതിലുകൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കെട്ടിത്തരാം എന്ന് ദുൽഖർനൈൻ രാജാവ് ഇവരോട് പറയുന്നുണ്ട്. ഉടനടി അവരെല്ലാവരും സഹായഹസ്തങ്ങളായിട്ട് വരുന്നു. അങ്ങനെ ഇരുമ്പിൻ്റെ കട്ടികൾ, ഇരുമ്പിൻ്റെ കല്ലുകളാണ് അവർ ആ മതിൽ പണിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് അട്ടിയായി വെക്കുന്നു. ഇരുമ്പിൻ്റെ കല്ലുകൾ, ഇരുമ്പ് കട്ടികളാണ് കല്ല് രൂപേണ അവർ വെക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ചെമ്പ് ഉരുക്കി ഒഴുക്കുകയും ചെയ്യുന്നു. അത്രയും ദൃഢമായ ഒരു മതിലാണ് അവിടെ ദുൽഖർനൈൻ രാജാവ് അവർക്ക് വേണ്ടിയിട്ട് കെട്ടിക്കൊടുക്കുന്നത്. ആ മതിലിൻ്റെ അപ്പുറത്ത് നിന്നും യജൂജ് മഅജൂജുകൾക്ക് ഒരിക്കലും ഈ മതിൽ തകർക്കാൻ സാധിക്കില്ല എന്നും ദുൽഖർനൈൻ രാജാവ് അവർക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ലോകാവസാനം എത്തിക്കഴിഞ്ഞാൽ അവർ ഈ മതിൽ തുരന്ന് ഇതിൻ്റെ അപ്പുറത്തേക്കെത്തും. അന്ന് ഈ മതിൽ തവിട് പൊടിയാക്കുമെന്ന് ദുൽഖർനൈൻ രാജാവ് അലൈഹിസ്സലാം, അദ്ദേഹം പ്രവാചകനാണ് എന്നും അല്ല എന്നും അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ദുൽഖർനൈൻ അലൈഹിസ്സലാം സൃഷ്ടിച്ചു കൊടുത്ത ആ മതിലാണ് യജൂജ് മഅജൂജ് എന്ന ചരിത്ര കഥയിലേക്ക് നമ്മളെ ആദ്യമായിട്ട് കടത്തിവിടുന്നത്. ഈ മതിൽ എവിടെയാണ് എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. അത് ചൈന വൻമതിലാണ് എന്ന തരത്തിലൊക്കെ പല വാദങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ അതൊരിക്കലും ചൈന വൻമതിലല്ല. കാരണം ചൈന വൻമതിൽ കല്ലും മണ്ണും ഒക്കെ കൊണ്ട് നിർമ്മിച്ച അത്ഭുതമാണ്. പക്ഷേ ഇത് ചെമ്പുരുക്കി ഒഴിച്ച ഇരുമ്പ് കല്ലുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു 10 സ്വഹാബികളെ ഈ മതിൽ കണ്ടു വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത് അർമീനിയയിലാണ്, പഴയ തുർക്കി. ഇന്നത്തെ അർമീനിയാണിത്. തുർക്കി എന്ന് പഴയ തുർക്കിയായിരുന്നു. ഈ അർമേനിയയുടെ ഭാഗങ്ങളൊക്കെ പഴയ തുർക്കിയായിരുന്നു. അത് ടിഫ്ലിസിൻ്റെയും അതുപോലെ തന്നെ വിലാദി ബുക്കാസിൻ്റെയും ഇടയിൽ ദാരിയാൽ ചുരങ്ങളുണ്ട്, അഥവാ ദാരിയാൽ ജോർജ് എന്നാണ് അത് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. ആ ചുരത്തിൻ്റെ ഫുൾ മലകളാൽ രൂപപ്പെട്ട പ്രദേശമാണ് ആ ദാരിയാലുള്ളത്. അവിടെയാണ് ഈ മതിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് പ്രബലമായ തഫ്സീർ ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാനാകും. ഈ ദാരിയ അഥവാ ഡാരിയൽ ജോർജ് എന്നാണ് അത് ഇംഗ്ലീഷിൻ്റെ പേര്. ഗൂഗിൾ സെർച്ച് നോക്കിയാൽ അതിൻ്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാം. അവിടെ ഇതുപോലെ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച മതിലുകളുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അവിടെയാണ് ഈ ഫുൾ മലകളാൽ ചുറ്റപ്പെട്ട ദാരിയാലിലാണ് ഈ ദുൽഖർനൈൻ രാജാവ് സൃഷ്ടിച്ചു കൊടുത്ത ഈ മതിൽ നിൽക്കുന്നത്. ആ സമയത്ത് നമ്മൾ യജൂജ് മഅജൂജിലേക്ക് നമ്മുടെ കഥ വരുന്നത്. ആരാണ് യജൂജ് മഅജൂജ്? എന്താണ് അവരുടെ ലക്ഷ്യം? എന്തിനാണ് അവർ ആളുകളെ കൊല്ലുന്നത് എന്ന പലവിധ ചോദ്യങ്ങൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നതാണ്. ആരാണ് യജൂജ് മഅജൂജ്? അവരുടെ ഒറിജിൻ മംഗോളിയക്കാരാണ്. മംഗോളിയൻ വംശജരാണ് അവരുടെ ഒറിജിൻ വരുന്നത്. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ മകനായിരുന്ന യാഫിസ്, ആ യാഫിസിൻ്റെ പരമ്പരയിൽപ്പെട്ട 2 മക്കളാണ്. യാഫിസിൻ്റെ 2 മക്കളാണ് യജൂജ് മഅജൂജ്. ഗോഗ് ആൻഡ് മഗോഗ് എന്നാണ് അവരുടെ ഇംഗ്ലീഷ് പേര്. ആ 2 പേരിൽ തന്നെ അവിടെ 2 പട്ടണങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്.
നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ മകനായ യാഫിസിൻ്റെ 2 മക്കൾ യജൂജ് മഅജൂജ്, ഗോഗ് ആൻഡ് മഗോഗ്. അവർ മംഗോളിയൻ വംശജരാണ്. BC 9-ാം നൂറ്റാണ്ടിലൊക്കെ കാസ്പിയൻ കടലിടുക്കുകളിലൊക്കെ ഒരുപാട് അക്രമങ്ങൾ നടന്നിരുന്നു. അതിൻ്റെ പിന്നിലെല്ലാം ഈ യജൂജ് മഅജൂജാണ്. മാത്രമല്ല മനുഷ്യരെക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇവരുടെ അംഗബലം. പരന്ന മുഖവും ചെറിയ കണ്ണുകളും വലിയ മുഖങ്ങളും ചുരുണ്ട മുടിയൊക്കെയാണ് അവരുടെ പ്രകൃതമെന്നും മനുഷ്യരെ കൊല്ലാനുള്ള എല്ലാ ഉപകരണങ്ങളും ആധുനിക ലോകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നോക്കുമ്പോൾ ആധുനികമായി മനുഷ്യരെ കൊല്ലാൻ വേണ്ട പുതിയ ആയുധങ്ങൾ മുഴുവനും അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. മനുഷ്യരെ കൊല്ലുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. താർത്താരികളും ചെങ്കീസ് ഖാനും ഒക്കെ ഈ യജൂജ് വംശപരമ്പരയിൽപ്പെട്ട ആളുകളാണ് എന്നാണ് പ്രമുഖ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. മംഗോളിയയിലെ 2 നഗരത്തിൻ്റെ പേരാണ് യജൂജ് മഅജൂജ് അഥവാ ഗോഗ് ആൻഡ് മഗോഗ് എന്നുള്ളത്. അവിടുത്തെ 2 കുടുംബങ്ങൾ, 2 തറവാടുകളാണ്, അവിടുത്തെ 2 മക്കളുടെ പേരാണ് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലമായപ്പോഴേക്കും ഇവർ വളരെ സംസ്കാര സമ്പന്നരായി ഇവരുടെ അക്രമത്തിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. പക്ഷെ ഇന്ന് അവരെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ആർക്കും അറിയില്ല. പ്രവാചകൻ പറയുന്നുണ്ട്, അള്ളാഹു അവരെ മറച്ചു വെച്ചിരിക്കുകയാണ്. ദജ്ജാലിനെ അള്ളാഹു മറച്ചു വെച്ചതുപോലെ ഈ യജൂജ് മഅജൂജിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്തു നിന്നും മനുഷ്യർക്കിടയിൽ മറച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹദീസിൽ പറയുന്നുണ്ട്. പക്ഷേ അന്ത്യനാളിൻ്റെ വിളിയാളങ്ങൾ വരുമ്പോഴേക്കും ഈസാ നബി അലൈഹി സ്വലാം ഇവിടെ വന്ന് ദജ്ജാലിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നീട് ഓരോ മലയിടുക്കുകളിൽ നിന്നും കൂട്ടം കൂട്ടമായി കോടിക്കണക്കിന് യജൂജ് മഅജൂജികൾ ഈ ഭൂലോകത്തേക്ക് ഇറങ്ങി വരുമെന്നാണ് പ്രവാചകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. തമീം ദാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ ദജ്ജാലിനെ കാണാൻ പോകുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ആ ദജ്ജാൽ ഇവരോട് ചോദിക്കുന്നുണ്ട്, തൊബിരിയ തടാകം ഒരു ദിവസം വറ്റിപ്പോകും. അത്രയും വലിയ തൊബിരിയ തടാകം എങ്ങനെയാണ് വറ്റിപ്പോകുക എന്ന് ആ സമയത്ത് തമീം ദാരി റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. അത് ഇവർ കുടിച്ച് തീർക്കുന്നതാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ തൊബരിയ തടാകം, ഇവർ ഓരോ തടാകത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ, കിണറുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ കടലുകൾ പോലും ഇവർ കുടിച്ചു വറ്റിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു തടാകത്തിൻ്റെ അടുത്തേക്ക് ഇവരെ കുറച്ച് ആളുകൾ പോയാൽ അത് മുഴുവൻ അവർ കുടിച്ചു തീർക്കും. അതിലൂടെ വരുന്ന ആളുകൾ പറയുമെന്നാണ്, ഇവിടെ തടാകം നിലനിന്നതുപോലെ ഉണ്ടല്ലോ, അത്രത്തും ഒരു തെളിവ് പോലും അവശേഷിക്കാതെ, ഓരോ വെള്ളം പോലും അവശേഷിപ്പിക്കാതെ അവർ മുഴുവനും അത് കുടിച്ചു തീർക്കും. മാത്രമല്ല അവിടെ നിലനിൽക്കുന്ന കൃഷികൾ മുഴുവൻ അവർ തിന്നു തീർക്കും, കന്നുകാലികൾ മുഴുവൻ തിന്നു തീർക്കും. ഓരോ മലയിടുക്കുകളിൽ നിന്നും കൂട്ടം കൂട്ടമായി കോടിക്കണക്കിന് യജൂജ് മഅജൂജുകൾ വരും. അവരുടെ കയ്യിൽ സർവായുധ സജ്ജരായിക്കൊണ്ട് തോക്കുകളും അമ്പും വില്ലും മനുഷ്യരെ കൊല്ലാൻ വേണ്ട എല്ലാവിധ ആയുധങ്ങളുമുണ്ട്. മനുഷ്യരെ കൂട്ടത്തോടെ നിഷ്കരണം കൊന്നുകളയുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാമും വളരെ കുറഞ്ഞ ആളുകളും മാത്രം ഭൂമിയിൽ അവശേഷിക്കും. ബാക്കിയുള്ള എല്ലാവരെയും ഈ യജൂജ് മഅജൂജികൾ കൊന്നുകളയും. ഈസാ നബി അലൈഹി സ്വലാമും അതുപോലെ തന്നെ കുറച്ച് മനുഷ്യരും മുഅ്മിനീങ്ങളും അവർ സീനാ പർവ്വതത്തിലേക്ക് അവരുടെ സംരക്ഷണവും കൊണ്ട് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയും അവിടെ ആ പർവ്വതത്തിൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ള യജൂജ് മഅജൂജികൾ ഈ വളരെ കുറഞ്ഞ ആളുകളെ ഉപരോധത്തിൽ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ കൊന്നു കഴിഞ്ഞു, ഇനി ആകാശത്തുള്ളവരെയാണ് ഞങ്ങൾക്ക് കൊല്ലേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ അമ്പുകൾ ആകാശത്തിന് നേർക്ക് വിടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ അഗ്രഭാഗങ്ങളിൽ രക്തമാക്കിക്കൊണ്ട് തിരിച്ചുവിടുകയും ചെയ്യുന്നു. ആ സമയത്ത് അവർ ഉറക്കനെ നിലവിളിക്കുന്നുണ്ട്, അതെ ഞങ്ങൾ ആകാശത്തുള്ളവരെയും മുഴുവനും കൊന്നുകളഞ്ഞു എന്ന രീതിയിൽ അവർ ഉറക്കനെ വിളിച്ചു പറയുന്നു. ഈസാ നബി അലൈഹി സ്വലാമും ബാക്കിയായ കുറച്ച് മുഅ്മിനീങ്ങളും അവർ ഈ സീനാ പർവ്വതത്തിൻ്റെ മുകളിൽ ഉപരോധത്തിലേർപ്പെട്ട് അത്രയും ബലഹീനമായി അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണങ്ങൾ മുഴുവനും തീർന്ന് അവർ നിരന്തരം പ്രാർത്ഥനകളിൽ മാത്രമായിട്ട് കഴിയുകയാണ്. കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ അവർ അത്രമേൽ പട്ടിണിയായിട്ട് അവശേഷിക്കുകയാണ്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ ഈ യജൂജ് മഅജൂജികൾ അവരെ സമ്മതിക്കുകയില്ല. ഉടനടി ഈസാ നബി അലൈഹി സ്വലാം കരഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഈ വിപത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണം, യജൂജ് മഅജൂജികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നതോടുകൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്നും ഫയുർസിൽ അലൈഹിം നഖഫ് എന്നു പേരുള്ള പുഴുക്കളെ ആകാശത്ത് നിന്ന് ഇറക്കുകയും, അത് ഒട്ടകത്തിൻ്റെ തലയിലൊക്കെ കാണുന്ന പുഴുക്കളാണ് എന്ന് ഹദീസുകളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ പുഴുക്കളെ ഭൂമിയിലേക്ക് ഇറക്കുകയും അവരുടെ ശരീരങ്ങൾ മുഴുവനും ആ പുഴുക്കൾ തിന്നു തീർക്കുകയും അങ്ങനെ കോടിക്കണക്കിന് വരുന്ന ഗോഗ് ആൻഡ് മഗോഗ് യജൂജ് മഅജൂജികൾ അവിടെ മുഴുവനും ചത്തു വീഴുമെന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. ബൈത്തുൽ മുഖദ്ദസിൻ്റെ സമീപ പ്രദേശങ്ങളിൽ മുഴുവനും ഈ കോടിക്കണക്കിന് വരുന്ന ആളുകളുടെ മൃതശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞ് അത് ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിലേക്ക് ആ സമയം മാറുമെന്നുള്ളതാണ്. ലോകാവസാനത്തിൻ്റെ ഒരുപാട് അടയാളങ്ങൾ അത് പറയുന്നിടത്തെല്ലാം
സൂചിപ്പിക്കുന്ന ഒരുപാട് ഭൂമി പ്രദേശങ്ങളുണ്ട്. അഥവാ സിറിയ, ജോർദാൻ, ഫലസ്തീൻ, ലബനാൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെന്ന് പ്രവാചകൻ എണ്ണിപ്പറഞ്ഞ സംഭവങ്ങൾ മുഴുവനും ഈ ബൈത്തുൽ മുഖദ്ദസ് കേന്ദ്രീകൃതമായ ഈ പ്രദേശത്താണ് നടക്കുന്നത്. ഇന്നും ലോകത്തിൻ്റെ ഹോട്ട് ടോപ്പിക്കുകളാണ് ഫലസ്തീനും സിറിയയും ലബനാനും ജോർദാനും എല്ലാം. അവിടെയാണ് ഖിയാമത്ത് നാളിൻ്റെ അവസാന നാളുകളിൽ നടക്കുന്ന ആക്രമണങ്ങളും കുരുതികളും എല്ലാം നടക്കുന്നത്. ഖിയാമത്ത് നാളിനോട് നമ്മൾ അടുത്തുപോയോ എന്ന് ഈ ആധുനിക സാഹചര്യങ്ങളുടെ കണക്കുകൾ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഈ യജൂജുകളുടെ ശവശരീരങ്ങൾ മുഴുവനും അടിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്ന സാഹചര്യം വരുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാം വീണ്ടും ദുആ ചെയ്യുന്നു. ആ സമയത്ത് വാനലോകത്തു നിന്നും ഒട്ടകങ്ങളുടെ കഴുത്തുപോലെ നീണ്ട കഴുത്തുകളുള്ള പക്ഷികൾ ഈ ഭൂമിയിലേക്ക് പറന്നു വരികയും ഈ യജൂജുകളുടെ ശവശരീരങ്ങൾ കൊത്തിപ്പെറുക്കിക്കൊണ്ട് ഇസ്രായേലിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്ന നഹ്ബൽ എന്ന സ്ഥലത്തിലേക്ക് ആ ശവശരീരങ്ങളെ കൊണ്ടുപോയി തട്ടുകയും ചെയ്യുന്നു. ഇസ്രായേലിലെ നഹ്ബൽ അതൊരു വേസ്റ്റ് കുഴി, അതൊരു വേസ്റ്റ് ബോക്സ് പോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നത്. ആ ഇസ്രായേലിലെ ആ പ്രദേശം ആ നഹ്ബലിലേക്ക് കൊണ്ട് തള്ളുകയും അവിടെ വെച്ചുകൊണ്ട് അവരുടെ മുഴുവനും ആ ശരീരങ്ങൾ മുഴുവനും നശിപ്പിച്ച് കളയുകയും പിന്നീട് ഈ വാനലോകത്ത് നിന്നും അതിസുന്ദരമായ മഴ പെയ്യുകയും അവരുടെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധവും വാസനയും രക്തവും എല്ലാം ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കി കണ്ണാടി ചില്ലുപോലെ ഈ ഭൂമി വെട്ടിത്തിളങ്ങുമെന്ന് പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വിപത്തിൽ നിന്നെല്ലാം രക്ഷിച്ചതോടുകൂടെ ആ പേടിച്ച് മലമുകളിൽ കഴിയുന്ന ജനങ്ങൾ മുഴുവനും താഴേക്ക് ഇറങ്ങി വരികയും അവരെല്ലാവരും അള്ളാഹുവിനെ അത്യധികം സ്തുതിക്കുകയും ചെയ്യുന്നു. ഈസാ നബി അലൈഹി സ്വലാമിന് അവരോട് നന്ദി പറയുന്നു. പിന്നീട് അങ്ങോട്ടുള്ള കാലം വളരെ ശാന്തതയാർന്ന കാലമായിരിക്കും വിശ്വാസികൾക്ക് എന്നാണ് പറയുന്നത്. രാവിലെ മുഴുവനും നല്ല വെയിൽ അഥവാ വളരെ പ്രകാശപൂരിതമായ സുന്ദരമായ വെയിൽ കണികളായിരിക്കും മനുഷ്യർ കിട്ടാൻ പോവുക. രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് മനുഷ്യരെല്ലാവരും അവരുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ ശാന്തമായ ഏറ്റവും മനോഹരമായ മഴ പെയ്യുകയായിരിക്കും. വളരെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരിക്കും. ആ സമയത്ത് ഒരു ഉറുമാൻ പഴം കൊണ്ട് ഒരു കുടുംബത്തിന് മുഴുവനും ഭക്ഷിക്കാൻ മാത്രം തക്കവണ്ണം അവരിലേക്ക് അള്ളാഹു ബർക്കത്തിന് ഇറക്കി കൊടുക്കും. വളരെ സമ്പുഷ്ടമായ ജീവിതമായിരിക്കും എന്ന് ഹദീസിലൂടെ നമുക്ക് വായിച്ചെടുക്കാനാവും. മാത്രമല്ല ഇങ്ങനെ വളരെ സന്തോഷകരമായ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ശാന്തമായ ഒരു കാറ്റിനെ ഭൂമിയിലേക്ക് അയക്കും. പർവ്വതനിരകൾക്കുള്ളിലും ഗുഹകൾക്കുള്ളിലും കഴിയുന്ന മനുഷ്യരിലേക്ക് വരെ ആ ശാന്തമായ മന്ദമാരുതൻ വന്ന് പതിക്കുകയും ആ കാറ്റോടുകൂടെ ഭൂമിയിലുള്ള വിശ്വാസികൾ മുഴുവനും മരിച്ചു വീഴുമെന്നും ഭൂമിയിലുണ്ടായിരുന്ന വിശ്വാസികൾ മുഴുവനും അങ്ങനെ അവസാനിക്കുമെന്നും പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. പിന്നീട് ഭൂമിയിൽ അവശേഷിക്കുന്നത് ദുഷിച്ച അള്ളാഹുവിൽ കുഫ്ർ ചെയ്യുന്ന തെറ്റായ ചിന്തകളും വിചാരങ്ങളും തെറ്റുകളും ചെയ്ത് നടക്കുന്ന മനുഷ്യരും മാത്രമാണ് ഭൂമിയിൽ അവശേഷിക്കുക. ബാക്കിയുള്ള എല്ലാ വിശ്വാസികളും അതിനു മുൻപ് ആ മന്ദമാരുതൻ അടിച്ചു വീശുന്ന സമയത്ത് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദോടുകൂടെ ഭൂമിയിൽ ഇങ്ങനെ മരിച്ചു വീഴുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നമ്മയും ഉൾപ്പെടുത്തട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ട് എഴുന്നേറ്റതുപോലെ പ്രവാചകൻ ഞെട്ടി ഉണരുന്നുണ്ട്. എന്നിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അറബികൾക്ക് ശാപം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ കൈകൾ കൊണ്ടിങ്ങനെ വളയം വെച്ചിട്ട് പറയുന്നു, യജൂജുകൾ വരുമെന്ന് പറഞ്ഞ ആ മതിൽ ഇത്രത്തോളം പൊളിഞ്ഞിരിക്കുന്നു, അതിനി ഖിയാമത്ത് നാളാവുമ്പോഴേക്കും പൂർണ്ണമായി നശിച്ചു പോകുമെന്നും അതിൻ്റെ കാരണക്കാർ അറബികളാവുമെന്നും അതുകൊണ്ട് അറബികൾക്ക് ശാപം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിലൂടെ പറഞ്ഞു വെക്കുന്നത്. എല്ലാ ദിവസവും യജൂജുകൾ ഈ മലക്ക് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഈ മതിൽ തുരന്ന് പൊളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. പൊളിച്ച് അതിൻ്റെ അപ്പുറത്തുള്ള പ്രകാശം കാണാനാവും എന്ന നിലയിലെത്തുമ്പോൾ അതവരറിയുന്നില്ല. അവരുടെ കൂട്ടത്തിലുള്ള യജമാനൻ പറയുന്നു, ഇന്നത്തെ പണി മതി, നമുക്ക് ബാക്കി വന്നിട്ട് നാളെ എടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ എല്ലാ യജൂജുകളും തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അടുത്ത ദിവസം അവർ വരുമ്പോൾ മതിൽ പഴയ പടി തന്നെ ആവുകയാണ്. കാരണം അവർ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ വിട്ടിരിക്കുന്നു. അവരന്നും പതിവ് പോലെ തുളക്കുന്നു. അപ്പുറത്താനാവുമ്പോഴേക്കും യജമാനൻ പറയുന്നു, ഇന്ന് മതി, നിങ്ങളെല്ലാവരും ക്ഷീണിച്ചല്ലോ, ബാക്കി നമുക്ക് നാളെ തുറക്കാമെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയാണ്. ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥ എത്തുമ്പോൾ അന്ന് ഇത് തവിട് പൊടിയാകുമെന്ന് നമ്മോട് പറയുന്നത് ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം, അതിൻ്റെ തലേ ദിവസം ആ യജമാനൻ അവരോട് പറയുന്നത്, ഇന്ന് ഇത്രയും മതി, ഇൻഷാ അല്ലാഹ്, ബാക്കി നമുക്ക് നാളെ തുറക്കാം. അന്ന് അവർ തിരിച്ചു വരുമ്പോൾ അവർ എവിടെയാണോ പണി അവസാനിപ്പിച്ചത് അവിടെ തന്നെ ആയിരിക്കും. അന്ന് അവരത് പൂർണ്ണമായി പൊളിച്ചു മാറ്റുകയും
ദജ്ജാലിനെ കൊന്ന ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ആ ലോക സാഹചര്യങ്ങളിലേക്ക് ഇവർ മലയിടുക്കുകളിൽ നിന്നും വലിയ ആയുധങ്ങളുമായിട്ട് കടന്നു ചെല്ലുകയും മനുഷ്യരെ മുഴുവനും കൊന്നുകളയാനുള്ള ശ്രമങ്ങൾ നടത്തുകയും നിരവധി പേരെ അവർ കൊന്നുകളയുകയും ചെയ്യുമെന്ന് ഏറ്റവും യാഥാർത്ഥ്യമാണ്. യജൂജ് മഅജൂജ് പോലെ ദജ്ജാൽ പോലെ ഒരുപാട് യാഥാർത്ഥ്യ സംഭവങ്ങളെ അതിൻ്റെ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതെല്ലാം യാഥാർത്ഥ്യമാണ്. ഒരു ദിവസം അതെല്ലാം സംഭവിക്കും. ആ സംഭവ യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ആ സമയത്ത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിൽ ഉറച്ച് നമ്മളെ ജീവിപ്പിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം ഇതുപോലെ മനോഹരമായ ഒരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് ആശിക്കുന്നു. ദജ്ജാലിൻ്റെ കഥ, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ദജ്ജാലിനെ കാണുന്ന വളരെ ആകസ്മികമായ കഥ നമ്മുടെ ചാനലിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കാണാത്ത ആളുകളൊക്കെ അത് കാണുക. ഇനിയും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥകളുമായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.